ഡൽഹി അതിർത്തിയിൽ കർഷകർ നടത്തുന്ന പ്രതിഷേധത്തിനിടയിൽ സംയുക്ത കിസാൻ മോർച്ച കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെ. കേന്ദ്ര സർക്കാരിന് മുൻപാകെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ ഗ്രാമീണ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 6 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്ക് ബന്ദ് അവസാനിക്കും. ഭാരത് ബന്ദിന് പുറമെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ പ്രധാന റോഡുകളിൽ കർഷകർ ധർണ നടത്തും. അതേസമയം പഞ്ചാബിലെ മിക്ക സംസ്ഥാന ദേശീയ പാതകളും നാളെ 4 മണിക്കൂർ അടച്ചിടും. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരെ ചൊവ്വാഴ്ച ഡൽഹി പോലീസ് സമീപ അതിർത്തികളിൽ തടഞ്ഞത് അക്രമത്തിലേക്ക് നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സമാന ചിന്താഗതിക്കാരായ എല്ലാ കർഷക സംഘടനകളോടും ഒന്നിച്ച് രാജ്യവ്യാപക പണിമുടക്കിൽ പങ്കെടുക്കാൻ SKM ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഗതാഗതം, കാർഷിക പ്രവർത്തനങ്ങൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ ജോലികൾ, സ്വകാര്യ ഓഫീസുകൾ, വില്ലേജ് ഷോപ്പുകൾ, ഗ്രാമീണ വ്യാവസായിക സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവ ഭാരത് ബന്ദിന് അടച്ചിടും. ആംബുലൻസ്, ആശുപത്രി, പത്രവിതരണം, വിവാഹം, മെഡിക്കൽ ഷോപ്പുകൾ, ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ പണിമുടക്ക് ബാധിക്കില്ല. അതേസമയം ഭാരത് ബന്ദ് കേരളത്തെ സാരമായി ബാധിക്കില്ല. രാവിലെ 10 മണിക്ക് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് സംസ്ഥാനത്തെ സമരസമിതി കോർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘ സെക്രട്ടറിയുമായ M. വിജയകുമാർ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ പ്രകടനം മാത്രമായിരിക്കും കേരളത്തിൽ ബന്ദിനോട് അനുബന്ധിച്ചിട്ടുണ്ടാവുക. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത്. താങ്ങുവില ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കർഷകർ ഡൽഹി ചലോ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കർഷക പെൻഷൻ, OPS, കാർഷിക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംഘടിത, അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സാമൂഹിക സുരക്ഷയും പെൻഷനും ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റു കർഷക സംഘടനകളോട് ഭാരത് ബന്ദിൽ അണിചേരണമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതൃത്വം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതേസമയം ബുധനാഴ്ച സമാധാനപരമായിട്ടായിരുന്നു കർഷകർ പ്രതിഷേധിച്ചത്. എന്നാൽ കർഷകർക്ക് നേരെ അർദ്ധസൈനിക വിഭാഗം ഡ്രോണുകൾ പ്രയോഗിച്ചു. കണ്ണീർവാതക ഷെല്ലുകളും റബ്ബർ പെല്ലറ്റുകളും കർഷകർക്ക് നേരെ തൊടുത്തു. ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നായിരുന്നു കർഷക നേതാക്കൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാവിലെ കർഷക നേതാക്കളെ കൃഷിമന്ത്രി അർജുൻ മുണ്ട ചർച്ചയ്ക്ക് വിളിക്കുകയും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്ന് കർഷകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച കർഷകരുമായി ചർച്ച നടത്തിയിരുന്നു. കർഷകരുടെ ചില ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചെങ്കിലും 3 പ്രധാന വിഷയങ്ങളിൽ സമവായത്തിലെത്താനായില്ല. കുറഞ്ഞ താങ്ങുവില, വായ്പ എഴുതിത്തള്ളൽ, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കൽ എന്നിവയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന 3 ആവശ്യങ്ങൾ.